ചോറിന് ഇന്ന് എന്ത് കൂട്ടാനുണ്ടാക്കും എന്ന് എല്ലാ വീടുകളിലും ഒരു ചിന്തയാണത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കുക്കിംഗ് എല്ലാം തീരുന്ന ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് എൻ്റെ വേർഷനിൽ. ഞാൻ മഹിമാസിമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മുട്ടയൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ അളവിൽ നമുക്ക് 4 or 5 മുട്ട വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 4 മുട്ടയാണ് യൂസ് ചെയ്തത്. 5 മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പെപ്പർ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർക്കാം, അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ തോരനായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങ ചേർക്കും. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ കൂടെ ചേർക്കാം, അതിന് പ്രോബ്ലം ഇല്ല. ലൈറ്റായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. പാനോ കടായിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്, റഫായിട്ട് ചോപ്പ് ചെയ്തത്. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം. സവാള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. സവാള ഇടുമ്പോൾ ആ കൂടെ തന്നെ ചേർക്കാം. 2 or 3 പച്ചമുളക് ഇടാം. ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് എരിവില്ലാത്ത മുളക്. സവാളയിലേക്കും കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. എൻ്റെ അമ്മയൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന, കൂട്ടാൻ അധികമൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് മുട്ടത്തോരൻ. മുട്ടത്തോരനോട് എപ്പോഴും അമ്മ സെർവ് ചെയ്യുന്നൊരു കോമ്പിനേഷൻ മുട്ടത്തോരനും ഇഞ്ചിക്കറിയും പപ്പടവും കൂടെയാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഇഞ്ചിക്കറിയുടെ ലിങ്കിന് വേണ്ടിയിട്ട് മേലെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല. സവാളയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം. മഞ്ഞ നിറത്തിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞളിലൂടെ ചേർക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതി ആയതുകൊണ്ട് വെളുത്ത് തന്നെ ഇരിക്കുക, ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. 4 മുട്ടയാണ്, 4 or 5 മുട്ട ചേർക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെ കട്ട കിട്ടും. മുട്ടയായതുകൊണ്ട് നല്ലൊരു ചിക്കി പൊരിച്ചെടുക്കുക. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം വേണമെങ്കിൽ പെപ്പർ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. വേണമെങ്കിൽ എപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കട്ട കെട്ടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലാക്കില്ല. മുട്ട ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. എപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം, എന്നാൽ കുക്കാവുകയും വേണം. ഇത് റെഡിയാണ്. ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് ഓഫ് പെപ്പർ ഒന്ന് ഇടാം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വെറും 5 മിനിറ്റ് മാത്രം സമയം മതി നമുക്ക് ഈ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ഡിഷാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കോമ്പിനേഷൻ, ചോറും മുട്ടത്തോരനും ഇച്ചിരി ഇഞ്ചിക്കറിയും പപ്പടവും ഉണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.